ഹലോ, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. എന്നാൽ ഈ പദ്ധതി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിന് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകുന്ന ഈ ഒരു സൗജന്യ ചികിത്സ നമ്മുടെ കേരളത്തിന് ലഭ്യമാകാത്തത് എന്നീ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒപ്പം എന്താണ് ആയുഷ്മാൻ ഭാരത് എന്നതിനെ കുറിച്ചും കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത് ലഭ്യമാകാത്തതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. 2018 നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിയാണിത്. ദാരിദ്ര്യ രേഖയ്ക്ക് കീഴിലുള്ള കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ആശുപത്രി ചികിത്സ നൽകുന്ന പദ്ധതിയാണിത്. സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും ഒരുപോലെ സൗജന്യ അതായത് ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കിയാലോ. ഓരോ കുടുംബത്തിനും ഒരു ആയുഷ്മാൻ കാർഡ് നൽകും. ഈ കാർഡ് ഉപയോഗിച്ച് ഏത് സംസ്ഥാനത്താണോ അത് അംഗീകരിച്ച ആശുപത്രിയിൽ ആ രോഗികൾക്ക് സൗജന്യ ചികിത്സ നേടാവുന്നതാണ്. രോഗികൾക്ക് തുടക്കത്തിൽ ഫണ്ട് അടയ്ക്കേണ്ട കാര്യമേ ഇല്ല. എല്ലാ ചിലവും സർക്കാർ വഹിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി നമുക്ക് ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വരാം. അതായത് ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങി 26 സംസ്ഥാനങ്ങൾ ഈ ഒരു സൗജന്യ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് അതായത് ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ള കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ വർഷത്തിൽ സൗജന്യ ചികിത്സ ലഭ്യമാണ്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഈ പദ്ധതി നടപ്പാക്കുന്നില്ല? നമുക്ക് മാത്രം എന്തേ സൗജന്യ ചികിത്സ ലഭിക്കുന്നില്ല? ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം ആദ്യത്തെ ഒരു കാരണം തന്നെ ഇതൊരു രാഷ്ട്രീയ തർക്കമായിട്ട് അവരെടുക്കുന്നുണ്ട്. രണ്ടാമത് ക്രെഡിറ്റ് BJP കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ഡൗട്ട് ഇവിടെയുള്ള സർക്കാരിനുണ്ട്. കാരണം മറ്റു സംസ്ഥാനത്തിൽ ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത് 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന സർക്കാരിന്റെ വിഹിതവുമാണ്. എന്നാൽ ഇവിടുത്തെ സർക്കാർ ഈ 40% കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സൗജന്യ പദ്ധതി നമുക്ക് ലഭ്യമാകാത്തത്. എത്ര പേർക്ക് ഇതറിയാം? കാരണം ഇത് വർഷങ്ങളായിട്ട് കേന്ദ്രം നടപ്പാക്കുന്ന പല പദ്ധതികളും ഇവിടുത്തെ സർക്കാരിന്റെ ക്രെഡിറ്റ് ആയിട്ട് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തില് ഒരു സൗജന്യ പദ്ധതി നടപ്പാക്കിയിരുന്നു 2012. കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. കേരള സർക്കാർ നടത്തുന്ന കാരുണ്യ ലോട്ടറിയുടെ ലാഭവിഹിതം ഈ ഫണ്ടിലേക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിൽ ആർക്കും ഈ ഒരു ഫണ്ടിൽ നിന്ന് സൗജന്യ ചികിത്സ ലഭ്യമാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. അതേപോലെ തന്നെ 2018 ആയുഷ്മാൻ ഭാരത് വന്നപ്പോൾ ആ ഒരു പദ്ധതി ഇവരുടെ ഈ കാരുണ്യ ബെനവലന്റ് പദ്ധതിയുമായിട്ട് അങ്ങ് കൂട്ടിച്ചേർത്തു. ഇവരൊരു പുതിയ പേര് തയ്യാറാക്കി. അതിന്റെ പേരാണ് KASP. എങ്ങനെയുണ്ട്? ഇതുപോലെ തന്നെയാണ് കേന്ദ്രം നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഇവരുടെ പേരിലാക്കിയിട്ട് ഇവരങ്ങ് പുറപ്പെടുവിക്കും. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ധനസഹായ തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PM അജയ് പദ്ധതിയിൽ 60% കേന്ദ്രവും 40% കേരള വീതവും ഇടണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാർ 40% ഇടാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ പദ്ധതി ഒന്നും ഇവിടെ ലഭ്യമാകാൻ പോകുന്നില്ല. മാത്രവുമല്ല നമ്പർ 1 ആരോഗ്യ കേരളമാണ് നമ്മുടേത്. അതുകൊണ്ട് നമുക്ക് തന്നെ ഒരുപാട് ചികിത്സാ രീതിയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്കിത് വേണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ ചികിത്സ കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. കഴിഞ്ഞ ആഴ്ച 9 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയതാണ് നമ്മുടെ നമ്പർ 1 ആരോഗ്യ കേരളം. ചെറിയൊരു മുറിവ് പറ്റി വന്ന കുട്ടീനെ ചികിത്സയിലെ അനാസ്ഥ കൊണ്ടാണ് ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. ഇത് ഒന്നാമത്തെ നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ പ്രശ്നമാണ്. ഇത് രണ്ടാമത്തെ ഒറ്റപ്പെട്ട സംഭവം എന്താണെന്ന് അറിയണ്ടേ? ശസ്ത്രക്രിയ കഴിഞ്ഞ് ഗൈഡ് വരെ നെഞ്ചിൽ തുന്നിക്കെട്ടി കൊടുത്തതാണ് കേരളത്തിലെ രണ്ടാമത്തെ ആരോഗ്യ കേരളത്തിന്റെ ഒറ്റപ്പെട്ട സംഭവം. ഇതൊക്കെയാണ് നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന്. മാത്രവുമല്ല കേരളം വേറെ കാര്യം പറയേണ്ടത്, പട്ടികയിൽ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. അതായത് കേന്ദ്രം ഉപയോഗിക്കുന്ന ദാരിദ്ര്യ പട്ടിക എന്ന് പറയുന്നത് SECC 2011 അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ പേരുകളൊന്നും അതിലില്ല എന്നതാണ് കേരളത്തിന്റെ പുതിയ വാദം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുനർനിർമ്മിച്ച് അതായത് പട്ടിക പുനഃക്രമീകരിച്ച് ഞങ്ങൾ കൊടുത്തോളാം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ സംശയം. ഇതൊക്കെയാണ് കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ ചികിത്സാ രീതികൾ കേട്ടോ. മാത്രവുമല്ല ഇതിൽ ചില രാഷ്ട്രീയ തർക്കങ്ങളും കളികളും ഉണ്ട്. കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളം ഭരിക്കുന്ന LDF സർക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ രാഷ്ട്രീയ ക്ലാഷുകളാണ് നമുക്ക് ഈ സൗജന്യ പദ്ധതി ഒന്നും ലഭ്യമാകാത്തത്. ഇത് കേരളത്തിൽ മാത്രമല്ല ഈ പദ്ധതി നടപ്പാക്കാത്തത്. വെസ്റ്റ് ബംഗാളിലും ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. ഇവിടെ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ സ്വന്തമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി ഉപയോഗിച്ചോളാമെന്നാണ്. ഇതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്ലാഷസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സൗജന്യ പദ്ധതി ഒന്നും ഈ ആശുപത്രിയിൽ ലഭ്യമാകാത്തത്. ആശുപത്രിയിൽ ലഭ്യമാകാൻ 40% സംസ്ഥാന സർക്കാർ വിഹിതം ഇടണ്ടേ? അതിന് അവർ തയ്യാറല്ലത്രേ. നമ്മുടെ വീണ ജോർജ് ഇപ്പോഴും ഏതോ ഒരു ക്ലാഷിലിരിക്കുകയാണ്. കപ്പലുകൾ ആടി ഒളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. പക്ഷേ പുള്ളിക്കാരിയുടെ ആരോഗ്യ വകുപ്പ് എന്ന് സമ്പൂർണ്ണ പരാജയമാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അടുപ്പിച്ച് വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതായത് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ച് മാറ്റിയത് തന്നെ ആദ്യത്തെ പിഴവാണ്. രണ്ടാമത്തെ പിഴവ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഗൈഡ് വയർ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം ഗൈഡ് വയർ ഹൃദയത്തിൽ വെച്ച് തന്നെ അങ്ങ് തുന്നി. ഇപ്പോൾ ആണെങ്കിൽ ആ ഒരു സ്ത്രീക്ക് അത് പുറത്തെടുക്കാനും പറ്റില്ല എന്നാണ് പറയുന്നത്.
പക്ഷെ ഇവർ പറയുന്നത് എന്താണ്? സിസ്റ്റം ഫെയിലിയർ ആണ്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. തെറ്റെടുത്ത് ആരും പറയത്തില്ലല്ലോ. ഇതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നമുക്ക് ഇതുപോലുള്ള പദ്ധതികൾ ലഭിക്കാൻ നമ്മളും അർഹരല്ലേ? അതോ ഇവരുടെ ഈ രാഷ്ട്രീയ താല്പര്യത്തിന്റെ, അതായത് രാഷ്ട്രീയ സ്വാധീനം, ഇവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കരുത് എന്ന് വാശി പിടിക്കുന്നത് ശരിയായ രീതിയാണോ? നിങ്ങൾ ഇതിനോട് പ്രതികരിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.